ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കോൺവെർസേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കോൺവെർസേഷൻ വീഡിയോ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് വീട്ടിൽ മിൽക്കുട്ടിയുടെ അമ്മയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അച്ഛനല്ല അമ്മയാണ്. അപ്പോൾ ഇന്ന് വളരെ വൈകിട്ടുണ്ട്. ഏകദേശം സമയം 5 മണി ആവാൻ പോവുകയാണ്. ലൈറ്റ് പോവും, അതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ മിൽക്കുട്ടിയുടെ അമ്മയും തമ്മിൽ ഉള്ളൊരു കോൺവെർസേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, രാവിലെ മിൽക്കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അമ്മ വരും. ആ സമയത്ത് പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ മിൽക്കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാ, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഐ ആം സ്ലീപ്പിംഗ്. അപ്പോൾ ആ സമയത്ത് അമ്മ വന്നു അങ്ങോട്ട്. അമ്മ വന്നു, അമ്മ വിളിക്കുകയാണ്, പെട്ടെന്ന് എഴുന്നേൽക്കൂ പറഞ്ഞു വിളിക്കുക. ഗെറ്റ് ഔട്ട് അല്ല പറഞ്ഞത്, ഗെറ്റ് അപ്പ് അല്ലേ? പെട്ടെന്ന് എഴുന്നേൽക്കൂ. ഗോട്ടപ്പ് അല്ല, ഗോട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് എഴുന്നേറ്റ് കഴിഞ്ഞാലാണ് ഗോട്ടപ്പ് പറയാ. എഴുന്നേൽക്കൂ ഗെറ്റ് അപ്പ് അല്ലേ? പെട്ടെന്ന് എഴുന്നേൽക്കൂ എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ സ്വാഭാവികമായിട്ടും മിൽക്കുട്ടി എന്ത് പറയും? എഴുന്നേൽക്കൂ. നോ മദർ, പറ്റില്ലമ്മേ. എന്താ കാര്യം? എനിക്ക് ഇനിയും കുറച്ചും കൂടി കിടന്നുറങ്ങണം. എനിക്ക് കുറച്ച് ഐ വാണ്ട് ടു സ്ലീപ് എ ലിറ്റിൽ ലോങ്ങർ. അറിയാലേ, ഇത് മിൽക്കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കാനുള്ള, ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു വാക്കാണ്ടോ? 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ബുക്കിനകത്ത് ഈ ലിറ്റിൽ ലോങ്ങർ എന്നുള്ള വാക്കുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് സമയം കൂടി, ഈ കുറച്ച് സമയം കൂടി ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി നമുക്ക് ഈ വാക്ക് യൂസ് ചെയ്യാട്ടോ, എ ലിറ്റിൽ ലോങ്ങർ. ഓക്കെ, അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു. അപ്പൊ നമ്മള് കുറച്ചു നേരം കൂടി കിടന്നുറങ്ങട്ടെ എന്ന് ചോദിച്ചു അമ്മേന്റെ അടുത്ത്. അപ്പൊ അമ്മ എന്ത് അടി കിട്ടാറുണ്ട്, ഇത് തുറന്ന് പറയാണ്. അപ്പൊ എന്താ പറയാ, അമ്മ എന്ത് പറയും? പെട്ടെന്ന് എഴുന്നേൽക്കൂ. വെരി ലേറ്റ് അല്ല, ഇപ്പൊ തന്നെ ഓൾറെഡി ലേറ്റ് ആയി. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഇപ്പൊ തന്നെ ഞങ്ങളെ സണ്ണി മോർണിംഗ് പറയുന്ന ഒരു ചാപ്റ്ററിലുണ്ട് ഇംഗ്ലീഷ്. അടിപൊളി. അപ്പൊ ഞാൻ അടുത്ത ചാപ്റ്റർ കറക്റ്റ് ആയി, സബ്ജക്ട് കറക്റ്റ് ആയില്ലേ? അപ്പൊ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ? അങ്ങനെ എന്തായാലും മനസ്സോടുകൂടി എനിക്ക് എഴുന്നേൽക്കേണ്ടി വന്നു അല്ലേ? അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞോടെ, എനിക്ക് എഴുന്നേൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റിയില്ല, കാരണം അവിടുന്ന് പ്രഷർ ഉണ്ടായിരുന്നു. പറ്റിയില്ല കഴിഞ്ഞില്ല. ഐ കുഡിന്റ് ഹെൽപ്പ്. ഗെറ്റിംഗ് അപ്പ് ING പറയണം. ഗെറ്റപ്പ് ഉണ്ടല്ലോ, അതിന്റെ കൂടെ നമ്മൾ ING ചേർത്ത് പറയണം. അപ്പൊ ഐ കുഡിൻ ഹെൽപ്പ് ഗെറ്റിംഗ് അപ്പ്. എനിക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം എന്താ, അമ്മ അവിടെ വന്നിട്ട് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ എനിക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ രാവിലെ ബെഡിന് എണീച്ചു കഴിഞ്ഞാ കുളിക്കണെങ്കിൽ പല്ലേക്കാണെങ്കിൽ സ്വന്തം പുകഴ്ത്തി പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, എല്ലാ സ്വഭാവങ്ങളും. ഓക്കെ, അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, കുറച്ചു നേരം എഴുന്നേറ്റിട്ട് ബെഡിൽ നമ്മളിങ്ങനെ ഇരുന്നു. അപ്പൊ ഇങ്ങനെ പറയണം, ഞാൻ എഴുന്നേറ്റു കുറച്ചു നേരം ഞാൻ ബെഡിലിരുന്നു. എങ്ങനെ പറയും? ഞാൻ എഴുന്നേറ്റു കുറച്ചു നേരം ബെഡിലിരുന്നു. ഗോട്ട് ഔട്ട് വേണ്ട, ഗോട്ട് അപ്പ് അല്ലേ? ഐ ഗോട്ട് അപ്പ്. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ബെഡിന്റെ ഐ സാറ്റ് ഓൺ ദ ബെഡ് ഫോർ എ വൈൽ. അത് പുതിയ വാക്കാണല്ലേ? അപ്പൊ ഞാൻ കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്തു, അവിടെ അങ്ങോട്ട് ഇരുന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നമുക്ക് ആ മടിയൊക്കെ ഒന്ന് മാറുന്ന കാര്യം ഇരുന്നതിന് ശേഷം ഞാൻ എങ്ങനെയാ അറിയാം, സത്യം പറഞ്ഞ ബെഡിൽ വന്നിരുന്ന പൊതയ്ക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മള് നേരെ ഇനിയിപ്പോ ഇരുന്നിട്ട് കാര്യമില്ല, എന്തായാലും ഒന്നെങ്കിൽ വടി എടുത്തിട്ട് വന്നിട്ട് നല്ല പൊട്ട് കിട്ടും. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ നമുക്ക് നേരെ പോവാം. എങ്ങോട്ടാ പോവാം? ബാത്റൂമിലേക്ക് പോവാം അല്ലേ? അപ്പൊ ഞാൻ ബാത്റൂമിലേക്ക് പോയി. പറഞ്ഞേ, I went to the bathroom.
ആ പിന്നെ ഞാൻ ഫ്രഷ് അപ്പ് ചെയ്തു. ഐ ഫ്രഷ്ഡ് എന്ന് പറഞ്ഞാൽ മതി. ടേക്ക് ആ കുളിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം. ഐ ഫ്രഷ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു അതിനകത്ത്. ഐ ഫ്രഷ്ഡ്. ഐ ഫ്രഷ്ഡ് അപ്പ്, ഞാൻ എല്ലാം എൻ്റെ എല്ലാ പരിപാടിയും തീർന്നു. വെച്ചാൽ കുളിച്ചു, പല്ല് തേച്ചു, ഡ്രസ്സ് ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞു. അതാണ് ഈ ഫ്രഷ്ഡ് അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മൊത്തത്തിൽ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ മാനം നോക്കുമ്പോ നല്ല രസമാണ്, ഫുള്ളി നല്ല രസമാണ്. ഇത് ഞങ്ങളുടെ വീടിന്റെ നേരെ ബാക്ക് സൈഡിലുള്ളൊരു ഇവിടെ വന്നിട്ട് നമ്മൾ ഒന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് ഇതിന്റെ ഈ തോട്ടത്തിന്റെ ഫ്രണ്ട് ഭാഗം ഫുൾ ഇപ്പോ കട്ട് ചെയ്ത് ഒഴിവാക്കി, ബാക്ക് സൈഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ല എല്ലാരും വീടെല്ലാം കാണാൻ പറ്റുന്നു. ഞങ്ങളുടെ വീട് ഇതാണ്ട് ആ സൈഡിലാണ്. ആ സൈഡില് അപ്പൊ നമ്മൾ എഴുന്നേറ്റു അല്ലേ, എഴുന്നേറ്റ് നേരെ എന്ത് ചെയ്തു, ഇനിയിപ്പോ വേറെ രക്ഷയൊന്നുമില്ല, വല്ലതും കിട്ടണ്ടേ, കിട്ടണം. എങ്ങോട്ട് പോണം, നേരെ കിച്ചണിലേക്ക് പോയി എന്ന് പറ. I went to the kitchen. ഞാൻ കിച്ചണിലേക്ക് പോയി. എന്നിട്ടോ അല്ല, ഞാൻ അവിടെ എത്തിയപ്പോ അമ്മ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു? കുക്കിംഗ്. ആണോ? ഞാൻ വിചാരിച്ചു കമ്പ്യൂട്ടറിൽ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അടിച്ചപ്പോ ഇങ്ങനെ കൊണ്ടുവന്നപ്പോ ഞാനിങ്ങനെ കൊണ്ടുവന്നാ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഞാൻ അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ ചാപ്റ്ററില് അച്ഛനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അച്ഛനില്ല. ഓക്കെ അടുത്ത്. അപ്പൊ ഞാൻ അടുക്കളയിൽ എത്തിയപ്പോ അമ്മ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണം. അല്ല, ആദ്യം ഞാൻ അടുക്കളയിൽ എത്തി എന്നല്ല പറയാ, അമ്മ മൈ മദർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ അടുക്കളയിൽ എത്തിയപ്പോൾ. തിരിച്ചു പറയണം ഇംഗ്ലീഷ് പറയുമ്പോ. ഓക്കെ, മൈ മദർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൈ മദർ was cooking. അതാണ്, അത് പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയണം. മൈ മദർ വാസ് കുക്കിംഗ്. മൈ മദർ വാസ് കുക്കിംഗ്. കിക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇടിക്കലായി പോകും. ഓക്കെ, മൈ മദർ വാസ് കുക്കിംഗ്. ഞാൻ അടുക്കളയിൽ എത്തിയപ്പോൾ when I reached home അല്ല kitchen. when I reached kitchen, ഞാൻ അടുക്കളയിൽ എത്തിയപ്പോൾ when I reached home എന്റെ വായിൽ വന്ന് പഠിച്ചോണ്ട് ഇപ്പൊ കിച്ചൺ അല്ല എന്തും വരും. when I reached വരുള്ളൂ അല്ലേ? when I reached home അങ്ങനെ മാത്രം പറയരുത്. when I reached home, when I reached kitchen, when I reached school, when I reached bathroom, when I reached റെയിൽവേ സ്റ്റേഷൻ, ഇതിലെവിടെ നമുക്ക് ഈ when I reached കൂട്ടാം. ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിയപ്പോൾ എന്നായില്ലേ, സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ അടുക്കളയിൽ എത്തിയപ്പോ അമ്മ അവിടെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. when I എന്ന് വെച്ചിട്ടുള്ള ഒരു യൂസേജ് അല്ലേ പ്രയോഗം. അപ്പോ ആ ഒരു പ്രയോഗം വെച്ചിട്ടൊരു വീഡിയോയും കൂടി ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വെന്നിന്റെ വയലിന്റെ യൂസേജ്. വെന്നും വയലും നമ്മൾ എവിടെ നിന്ന് ചെയ്തെന്നറിയോ? നമ്മള് തേക്ക് മ്യൂസിയത്തിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട് വെന്നും വയലും. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. ഉണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ കിച്ചണിലെത്തി. കിച്ചണിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ ദോശയും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് നേരെ അമ്മ നിന്നോട് പറയാണ്, അവിടെ ചായ ഇരിപ്പുണ്ട്, അവിടെ ദോശയുണ്ട്, വേഗം എടുത്ത്. അവിടെ തന്നെ രണ്ടും ഞാൻ അങ്ങനെയല്ല ചൂണ്ടിക്കാണിച്ചേ. ഇങ്ങോട്ട് ഇവിടുന്നാ പോയെ. ആണോ? എന്നാ അവിടെ ചായ ഇരിപ്പുണ്ട്, അവിടെ ദോശ ഇരിപ്പുണ്ട്. എന്തായാലും അത് എന്താ വേണ്ട എടുത്ത് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എങ്ങനെ പറയാ? യു ഗോ. അവിടെ പോവുക, എടുക്കുക, കഴിക്കുക. പറ. യു ഗോ ആൻഡ് ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. നീ പോയിട്ട് അത് മതി. ടേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എടുക്കലായി. ഓക്കെ, യു ഗോ ആൻഡ് ടേക്ക് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാല് നീ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുക്ക് എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പറയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ നേരെ പോകുമ്പോ ദോശയാണ്. ഇഷ്ടപ്പെടുവോ? ദോശ ഇഷ്ടാണോ? ആണോ? കഴിച്ച് മടുത്തതാ. എന്നാലും അമ്മ അത് ഉണ്ടാക്കി തരും, അതുകൊണ്ട് അത് കഴിച്ചപ്പോ സൂപ്പറായി. അപ്പുറത്ത് ഞാനിപ്പോ മനസ്സിലാലോചിക്കായിരുന്നു അത് പറ്റൂല എന്നുള്ളത്. ഓക്കെ, ചിക്കന്റെ എന്തെങ്കിലും മണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ ദോശയായി കഴിച്ചോ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മേനോട് പറയാണ്, എനിക്ക് ഇന്ന് ദോശ ഇഷ്ടപ്പെട്ടില്ല, എനിക്കിന്ന്. അതെന്താ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ സെന്റൻസ് ഉണ്ടാക്കണ്ടേ? അടുത്ത സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? എനിക്കിന്ന് ദോശ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് എന്ത് വേണം? ചിക്കനും പൂരിയും വേണം എന്ന് പറ. എങ്ങനെ പറയും? അതാ മറ്റേ ഷൈനാൻഡീന്റെ വീട്ടില് പട്ടീനെ വിളിക്കാണല്ലേ? ഓക്കെ, അപ്പൊ പറ ചിക്കനും പൂരിയും വേണമെന്ന് പറ. എങ്ങനെ പറയും? I want
ചിക്കൻ അല്ല ഐ വാണ്ടല്ല പറയണ്ടേ, എനിക്ക് അത് നിർബന്ധമാണ്, എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഐ മസ്റ്റ് നീഡ് എന്ന് പറയണം. എനിക്ക് വാണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമാണെന്നാണ്, പക്ഷെ എനിക്ക് അത്യാവശ്യമാണെന്ന് പറയണമെങ്കിൽ നീഡ് ഉപയോഗിക്കണം. ഐ നീഡ് പൂരി ആൻഡ് ചിക്കൻ കറി. എനിക്കിപ്പോ പൂരിയും ചിക്കൻ കറിയും നിർബന്ധമാണെന്ന് പറയണേ. അപ്പൊ അമ്മ പറയാണ് എനിക്കത് അപ്പ കിട്ടിയില്ലെങ്കിൽ എന്താ അറിയോ, അമ്മ എനിക്കിപ്പോ ഉണ്ടാക്കി തന്നോ എന്ന് പറയും അല്ലേ. ദേഷ്യം പിടിച്ച് ഇങ്ങനെ കയറുമ്പോഴും കുറച്ച് കഴിയുമ്പോ അപ്പുറത്ത് വീട്ടിൽ ചിക്കൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ എന്താ പറയാ, എനിക്ക് ഇന്ന് സമയമില്ല മോളെ, എന്തായാലും ഇന്ന് സമയമില്ല, ഞാൻ നാളെ ഉണ്ടാക്കി തരാം. അപ്പൊ എങ്ങനെ പറയാ, എനിക്കിന്ന് സമയമില്ല. ഇല്ല, സമയം ഇല്ലാന്നായിട്ടില്ല. ഇപ്പൊ ഐ ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് ഫുള്ളായിട്ടില്ല, ഒരു വാക്കും കൂടി വരണം. ഐ ഡോണ്ട് വേണ്ടുവോളം ഉള്ള സമയമില്ല എന്ന് പറയാനായിട്ട് സമയത്തിന്റെ മുന്നിൽ ഒരു വാക്കും കൂടി ചേർക്കണം. അപ്പൊ സമയം എന്ന് പറ ആദ്യം, എനിക്ക് സമയമില്ല. അപ്പൊ അതിന്റെ മുന്നിൽ ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം എന്ന് പറയണം. ഇത് ഞങ്ങൾ ചാപ്റ്ററിലുണ്ട്. അടിപൊളി. ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു പ്രിപ്പയർ എന്ത്, ചിക്കൻ കറി ആൻഡ് പൂരി അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിനക്ക് നാളെ ചിക്കൻ കറി തന്നെ പറയണമെന്നൊന്നുമില്ലല്ലോ, ചിക്കൻ കറി എന്നല്ലേ നമ്മൾ പറയുള്ളൂ സ്വാഭാവികമായിട്ടും. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പൊ എനിക്ക് എന്തോ ആവട്ടെ, എനിക്ക് ചിക്കനും പൂരി ഉണ്ടാക്കാനായിട്ട് ഇന്ന് സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം, സോ ഐ വിൽ പ്രിപ്പയർ യു. ഞാൻ നിനക്ക് നാളെ പ്രിപ്പയർ ചെയ്ത് തരാം. എങ്ങനെ പറയാ, ഐ വിൽ പ്രിപ്പയർ യു. ഐ വിൽ പ്രിപ്പയർ യു ചിക്കൻ കറി ആൻഡ് പൂരി ടുമോറോ. നാളെ പ്രിപ്പയർ ചെയ്ത് തരാം. അപ്പൊ നീ എന്ത് പറയും? ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ അതിന് വേണ്ടിട്ട് നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയാം. ചെയ്യും. ഐ വിൽ വെയിറ്റ്. ഞാൻ തൽക്കാലം വെയിറ്റ് ചെയ്യാം അല്ലേ. ഐ വിൽ വെയിറ്റ് ഫോർ ഇറ്റ്. ഞാൻ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം എന്ന് പറയണം. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മ ചോദിക്കാണ്, അല്ല നീ നിന്റെ ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാ? അല്ല ചോദ്യം ചോദിക്കി ഹോംവർക്ക് ചെയ്തോ എന്നെങ്ങനെ ചോദിക്കും? അപ്പൊ ഞാൻ യെസ് മദർ പറയും. ഇല്ല, നീ നോ പറയും. നമ്മളെല്ലാത്തിനും നോയേ പറയുള്ളൂ. നീ ചെയ്തതാണെങ്കിൽ അവിടെ തീർന്നു, സെന്റൻസ് ഇല്ല. അതുകൊണ്ടൊക്കെ നോ പറയണം, എന്നാലും അടുത്ത സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സെന്റൻസ് ഉണ്ടാക്കണല്ലോ, അതാണല്ലോ നമ്മളെ ആവശ്യം. നമ്മളിപ്പോ റിയൽ അല്ലല്ലോ പറയണത്. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാ, നീ നിന്റെ ഹോംവർക്ക് ചെയ്തോ? കംപ്ലീറ്റഡ് ഹോംവർക്ക്. കംപ്ലീറ്റഡ് വേണം, പിന്നെ കംപ്ലീറ്റ് ഉള്ളൂ അല്ലേ. അങ്ങനെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്നും ഡിഡ് നമ്മൾ പുറത്തെടുത്തു, എന്നിട്ടാണ് ചോദ്യം ചോദിക്കണേ. അപ്പൊ ഡിഡ് യു കംപ്ലീറ്റ് അല്ലേ, ഡിഡ് യു കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്. നീ നിന്റെ ഹോംവർക്ക് ചെയ്തോ ചോദിക്കുകയാണ് അല്ലേ. അത് നമ്മൾ വലിയ ആൾക്കാരോടാകുമ്പോൾ നിങ്ങൾ എന്നാവും. യു എന്ന് പറഞ്ഞാൽ നീ ആവാം, നിങ്ങളാവാം, എന്തോ ആവാം. ഏത് പറഞ്ഞാലും നീ യു തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡിഡ് യു കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്, നീ നിന്റെ ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിക്കണം. അപ്പൊ നീ പറയണ ഇല്ല, ചെയ്തില്ല, ഞാൻ ചെയ്തില്ല. ഞാൻ ഫിനിഷ് ചെയ്തില്ല. I didn't complete my homework, അല്ലെങ്കിൽ I didn't finish my homework അല്ലേ, അല്ലെങ്കിൽ I didn't do my homework എന്തും പറയാം. ഈ സെന്റൻസ് നമ്മൾ ഒരുപാട് വീഡിയോക്കകത്ത് യൂസ് ചെയ്താണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ I didn't complete my homework. എന്തുകൊണ്ടാ കാരണം? എന്തെങ്കിലും ഒരു കാരണം വേണം. എന്ത് പറയും? ഇന്നലെ എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നു, എങ്ങനെ പറയും? എങ്ങനെ പറയും? എനിക്ക് ഇന്നലെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. രാത്രിയാ? ഇന്നലെ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇന്നലെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എങ്ങനെ പറയണം? എനിക്ക് ഇന്നലെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, പറ്റിയില്ല. ഉത്തരം പറയണം. എനിക്ക് ഇന്നലെ ഹോംവർക്ക് ഉണ്ടായിരുന്നല്ല, ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് തന്നെ. ഒരു പ്രയോഗമുണ്ട് നമ്മൾ പഠിച്ചേ, വളരെയധികം. പോരട്ടെ, എങ്ങനെ പറയും? അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അറ്റൻഡഡ് ഇല്ല, ഐ ഹാഡ് ടു അറ്റൻഡ് ഓൺലൈൻ ക്ലാസ്. എനിക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു,
അതുകൊണ്ട് തീർന്നില്ല. അല്ല, അതുകൊണ്ട് ചെയ്യാൻ എനിക്ക് പിന്നെ നമ്മുടെ ഹോംവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയണം. പറ. അല്ല, കഴിഞ്ഞില്ല. ക്യാനല്ലേ? അല്ല, അത് കഴിയില്ല, എനിക്ക് പറ്റിയില്ല, കഴിഞ്ഞില്ല. അതാണോ? അങ്ങനെ പോരട്ടെ. ഐ കുഡിന്റ് കംപ്ലീറ്റ് ഹോംവർക്ക് അല്ലേ? അതുകൊണ്ട് എനിക്ക് ദാറ്റ്സ് വൈ ഐ കുഡിന്റ് കംപ്ലീറ്റ് മൈ ഹോംവർക്ക്. അതുകൊണ്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മോം എന്ത് പറയും? അത്രേ ഉള്ളൂ. നേരെ പോ, എന്നിട്ട് ചെയ്തോ. ഗോ ആൻഡ് കംപ്ലീറ്റ് യുവർ ഹോംവർക്ക് ഫസ്റ്റ് അല്ലേ? എന്റെ അമ്മ ഏത് സമയായാലും പറയണ ഇങ്ങനെ നോക്കി കുറച്ചു തരും. ഓക്കെ, പറഞ്ഞോ. അപ്പൊ എന്താ പറയാ, പോവാ, ഹോംവർക്ക് വേഗം ചെയ്യാ, അത് കഴിഞ്ഞിട്ട് നീ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയണേ. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി പറയും. എങ്ങനെ പറയും? You go and finish your homework first. ആദ്യം നീ പോയിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് വാ, എന്നിട്ട് നീ ഭക്ഷണം കഴിച്ചാൽ മതി. മനസ്സിലായില്ലേ എന്ന് പറയും. സ്വാഭാവികല്ലേ അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നീ പറയും ഞാനേ സ്കൂളിൽ എത്തിയിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയാം. ഇല്ല, അവിടുന്ന് സമയം ഉണ്ട് എന്ന് വിചാരിച്ചോ. നീ അമ്മേനോട് പറയാണ് ഞാൻ സ്കൂളിൽ എത്തിയിട്ട് ചെയ്തോളാം എന്ന് പറയാണ്. അപ്പൊ ഇങ്ങനെ അറിയാം, ഞാൻ സ്കൂളിൽ എത്തിയതിന് ശേഷം ഞാൻ ചെയ്യും എന്ന് പറയണം. അപ്പൊ ആദ്യം ഞാൻ ചെയ്യും, സ്കൂളിൽ എത്തിയതിന് ശേഷം ഐ വിൽ ഡു, ഞാൻ സ്കൂളിൽ എത്തിയതിന് ശേഷം. അപ്പൊ ശേഷം ആദ്യം പറയണം. അത്രേ ഉള്ളൂ. ഐ വിൽ ഡു മൈ ഹോംവർക്ക് ആഫ്റ്റർ ഐ റീച്ച്ഡ് സ്കൂൾ. ഞാൻ സ്കൂളിൽ എത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അമ്മ തൽക്കാലത്തേക്ക് നിന്നെ സമ്മതിച്ചു വിട്ടു, ഇന്നത്തേക്ക് തൽക്കാലം സമ്മതിച്ചു വിട്ടു. അപ്പൊ ചോദിക്കാണ്, നീ ബാഗൊക്കെ റെഡിയാക്കിയോ? എങ്ങനെ ചോദിക്കാ? നീ ബാഗ് റെഡിയാക്കി വെച്ചോ? റെഡിയാക്കി വെച്ചിട്ടുണ്ടോന്നാണ്. എങ്ങനെ ചോദിക്കാം? ഉണ്ടോ എന്നാ ചോദ്യം. നമ്മള് ബാഗ് പ്രിപ്പയർ ചെയ്ത് വെക്കാന്നല്ലേ പറയാ? പ്രിപ്പയർഡ് വരണം. പിന്നെ യുവർ ബാഗ് അല്ലേ? ഹാവ് യു പ്രിപ്പയർഡ് യുവർ ബാഗ് എന്ന് ചോദിക്കാം. ഹോംവർക്ക് അല്ല, ഹാവ് യു പ്രിപ്പയർഡ് യുവർ ബാഗ് അല്ലേ? നിന്റെ ബാഗ് നീ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ നീ എന്ത് പറയും? ഉത്തരമായിട്ട് പറ. I have prepared my bag. Yes, mother. എന്ന് പറയാണ്, എന്റെ ബാഗ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ബാഗൊക്കെ റെഡിയാക്കി. ഞാൻ എൻ്റെ ബാഗ് എടുത്തു, എൻ്റെ ഓട്ടോ വന്നു, ഞാൻ ഓട്ടോയിൽ കയറി സ്കൂളിലേക്ക് പോയി. ഇത്രേ ഉള്ളൂ സീൻ. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാ? അതൊക്കെ പറയാം. ഞാൻ ഓട്ടോയിൽ കയറി സ്കൂളിലേക്ക് പോയി. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാ? After that auto came. I got in the auto. I സ്കൂളിലേക്ക് പോയി. I went to the school. I reached school. തീർന്നു. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ കോൺവെർസേഷനിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, ഒരു അമ്മയും മോളും അല്ലെങ്കിൽ ഒരു വീട്ടിൽ നമ്മൾ ഡെയിലി യൂസേജ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകൾ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബൈ.